സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. അത് കൈകാര്യം ചെയ്യണം എന്നൊരു ആവശ്യകത ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഏകദേശം 2000 വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ഇന്ത്യയിൽ അധിനിവേശത്തിൻ്റെ. അധിനിവേശം എന്ന് പറയുന്നത് നല്ലതായും ചീത്തയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ പല രാജ്യക്കാർ 1000-700 വർഷക്കാലം ഇസ്ലാമിസ്റ്റുകൾ വന്നിരുന്നു, ഇസ്ലാം രാജാക്കന്മാർ വന്നിരുന്നു, മുസ്ലിം രാജാക്കന്മാർ വന്നിരുന്നു, ബ്രിട്ടീഷുകാർ കുറേ വർഷം വന്നിരുന്നു, ഡച്ചുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഏറ്റവും ആദ്യം ആഫ്രിക്കയിൽ നിന്ന് വന്നവരെന്ന് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണ് എല്ലാവരും എന്ന് പറയുന്നൊരു വാദമുണ്ട്. അല്ല, കുറേ പേര് ഇവിടെ ഉണ്ടായിരുന്നു, ബാക്കി കുറച്ച് പേരാണ് വന്നതെന്ന് പറയുന്നു. പിന്നെ അന്ന് ആഫ്രിക്ക, ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, വനമായിരുന്നു എല്ലാവരും. അപ്പോൾ ഒരു വനത്തിൽ നിന്ന് അടുത്ത വനത്തിലേക്ക് ആളുകൾ പോകുന്ന രീതിയും ഉണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം കഴിഞ്ഞു, കാലം കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. നമ്മൾ ജനാധിപത്യത്തിലേക്ക് സഞ്ചരിച്ചിരിക്കുകയാണ്. ജനാധിപത്യത്തിൽ സഞ്ചരിച്ചപ്പോഴും 70-70% വരുന്നത് ഹിന്ദുക്കളാണ്, ഹിന്ദു വിശ്വാസത്തിലുള്ളവരാണ്. പിന്നെ കുറച്ച് മുസ്ലിംസ് ഉണ്ട്, കുറച്ച് ക്രിസ്ത്യാനികളുണ്ട്, വളരെ കുറച്ച് സിഖുകാരുണ്ട്, ജൈനന്മാരുണ്ട്, വിവിധ. പിന്നെ എടുത്താൽ 10,000-ഓളം മതവും ജാതിക്കാരും ഉണ്ട് ഇന്ത്യയിൽ. 10,000-ഓളത്തിൽ കൂടുതൽ ജാതിക്കാരുമുണ്ട്, നിരവധി മതക്കാരുമുണ്ട്. ഇവയെല്ലാം ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞു പോവുക എന്നുള്ളതിനപ്പുറം, അവർ ദേശീയതയിൽ ഊന്നിയ ഒരു ജീവിതം നയിക്കുന്നതിനപ്പുറമുള്ള ചിന്തകൾ വന്നാൽ അത് സമൂഹത്തിൽ വളരെ ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കും. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഒരു നേതാവിൻ്റെ ഒരു പ്രസ്താവന, അദ്ദേഹം 2021 ചെയ്തൊരു പ്രസംഗം, 2021 പ്രസംഗം ചെയ്തത്. അത് അന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്ലാം രാഷ്ട്രം വരേണ്ടതിൻ്റെ ആവശ്യകത, ഇസ്ലാം രാഷ്ട്രത്തിൽ മാത്രമേ പ്രാർത്ഥന ശരിയാവുകയുള്ളൂ, ഇസ്ലാമിൻ്റെ ഖലീഫ ഉണ്ടായിരിക്കണം, മേയർ ഉണ്ടായിരിക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു. ഏത് ലോകത്താണ് അദ്ദേഹം ജീവിക്കുന്നത്? അങ്ങനെ ഈ ഇന്ത്യ പോലുള്ള സ്ഥലത്ത് അങ്ങനെ പ്രായോഗികമാണോ? ചെയ്യാൻ കഴിയുന്നതാണോ? ചെയ്യാൻ കഴിയുന്നതല്ല. ഒന്ന്, അങ്ങനെ കഴിയാമെങ്കിലും അങ്ങനെ ചെയ്യാവോ? ഒരു രാഷ്ട്രത്തിൽ ചെന്നിട്ട് ബാക്കിയുള്ള ആളുകളെല്ലാം മാറ്റി ഞങ്ങളുടെ ഒരു മതമാണ് അവിടെ വേണ്ടതെന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ സ്ഥാപിച്ച സ്ഥലങ്ങളിലൊക്കെ സത്യസന്ധമായി പറഞ്ഞാൽ എന്തെങ്കിലും സമാധാനത്തോടുകൂടി ജനങ്ങൾ ജീവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സ്ഥാപിക്കാൻ ശ്രമിച്ച സ്ഥലങ്ങളിലെ സമ്പൂർണ്ണമല്ലാന്ന് ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞേക്കാം. എന്താണ് പാകിസ്ഥാൻ്റെ അവസ്ഥ, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ ബംഗ്ലാദേശ്, ഈ രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്? വളരെ വളരെ പരിതാപകരമല്ലേ? അതുപോലെ തന്നെ ദുബായ് പോലുള്ള UAE രാജ്യങ്ങളിൽ ഇങ്ങനെ ബാക്കി ആരെയും ജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സംവിധാനമല്ല ആണോ കൊണ്ടുപോകുന്നത്? ഒന്നുമല്ല. ഒരു രാജ്യത്തും അങ്ങനല്ല. ഒരു ഇസ്ലാം രാജ്യം എന്നുള്ള പറയുന്ന ചില നിയമങ്ങളുണ്ട്, ചില മതത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ, ചില ചിട്ടകളോ ആചാരങ്ങളോ ഉണ്ട്. എന്നതിനപ്പുറമുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഇസ്ലാം രാഷ്ട്രം എന്നുള്ള നിലയിൽ ലോകത്ത് ആർക്കെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുമോ? കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ അദ്ദേഹം പറയുന്ന വേറൊരു ചോദ്യമാണ്, അങ്ങനെ എന്നായാലും നമ്മളിത് കൊണ്ടുപോകണ്ടേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ സംശയം, ന്യായമായൊരു സംശയം, പൊതുജനങ്ങളുടെ സംശയം, പബ്ലിക്കായി പരസ്യമായി സോഷ്യൽ മീഡിയയിൽ വരുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പ്രസംഗിക്കുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ സ്വകാര്യമായി അവരുടെ മാത്രം ആ ഗ്രൂപ്പിൻ്റെ, അതിപ്പോൾ അവരുടെ ആയാലും RSSൻ്റെ ആയാലും ബജ്രംഗത്തിൻ്റെ എടുത്താലും ഏത് വിഭാഗത്തിലും, ഹിന്ദുവിൻ്റെ എടുത്താലും മുസ്ലിമിൻ്റെ എടുത്താലും ക്രിസ്ത്യാനിയുടെ എടുത്താലും ഏത് മതവിഭാഗത്തിലെടുത്താലും അവരുടെ മാത്രം യോഗത്തിൽ, അവരുടെ ക്ലോസ് ഡോർ മീറ്റിങ്ങിൽ എന്തൊക്കെയായിരിക്കും ഈ പുതിയ തലമുറയിലും ആളുകളിലും ഇത് കുത്തിവയ്ക്കുക, എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക, എന്താണിത് സംഭവിക്കുന്നത്, എവിടെയാണ് ഖുറാനിൽ എവിടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ജനാധിപത്യത്തെക്കുറിച്ചും പിന്നെ ചർച്ചകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളുണ്ടോ? അത് തീർച്ചയായിട്ടും പറയണം. അത് മുസ്ലിം സാധാരണ പിന്നെ ഇത്തരത്തിലുള്ള മിതവാദം, അതായത് ഇതുപോലുള്ള തീവ്രവാദം പറയുന്നവരല്ല, തീവ്രമായ കാര്യങ്ങൾ പറയുന്നവരല്ല, മിതമായി പറയുന്ന ആളുകൾ ഇതിന് അഭിപ്രായം പറയണം. അതുപോലെ തന്നെ ഇന്നലെ ഫൈസൽ കൂടത്തായി ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. പിന്നെ അദ്ദേഹം തിരുത്തി, അദ്ദേഹം മാപ്പൊക്കെ പറഞ്ഞു, ഖേദമൊക്കെ പ്രകടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയും തമ്മിൽ ബന്ധിക്കുന്നത് നല്ലതാണ്, അങ്ങനെ ബന്ധിച്ചാൽ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമോ? എത്രയോ നായന്മാർ, എത്രയോ ഈഴവരുമായിട്ടൊക്കെ കല്യാണമൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. നായർ ഈഴവ കല്യാണമൊന്നും ഇപ്പോൾ ഒരു വിഷയമേ അല്ല. പട്ടികജാതി പട്ടികവർഗ കല്യാണം പോലും, മാറ്റോടുള്ള കല്യാണം പോലും ഇപ്പോൾ ഒരു വിഷയമല്ല. കല്യാണം ധാരാളമായി, ഇന്റർ കാസ്റ്റ് മാരേജുകൾ, ജാതി വ്യത്യാസമില്ലാതെ വിവാഹം വളരെ കൂടുതലാണ് ഇപ്പോൾ കേരളത്തിൽ. അതുകൊണ്ട് അതൊരു വിഷയമേ അല്ല. പക്ഷേ ഇല്ലെങ്കിലും ഇതൊക്കെ കുത്തിപ്പൊക്കുന്നത് എന്തിനാണ്? ഈ കുത്തിപ്പൊക്കൽ ഇന്നലെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനമായിരുന്നു. പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീറിനെ എൻ്റെ ഇൻപാപ്പിക്ക് ആന ഉണ്ടായിരുന്നെന്നും പാത്തുമ്മയുടെ ആടും അങ്ങനെ തുടങ്ങി ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരു എഴുത്തുകാരനാണ്. പക്ഷേ കോഴിക്കോടിൻ്റെ സുൽത്താൻ എന്നറിയുന്ന അദ്ദേഹത്തിൻ്റെയും ഒരു ബാഡ് മാർക്ക് കിടപ്പുണ്ട്. ഞാനിത് ഇന്നലെ പറയാതിരുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ബാഡ് മാർക്ക് വേറൊന്നുമല്ല, ഇന്നിപ്പോൾ നായർ ഈഴവ SNDPയും NSS തമ്മിലൊരു ഒരു സമാഗമം നടക്കുന്നുണ്ടല്ലോ വളരെ അടുത്ത ദിവസങ്ങളിൽ. 1949-50 കാലത്തും ഇതുപോലൊരു സമാഗമത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു.
അന്ന് കൊല്ലത്ത് ഹിന്ദു മണ്ഡലത്തിൻ്റെ യോഗം ചേർന്നു. ഹിന്ദു മണ്ഡല യോഗം ചേരുമ്പോൾ അന്ന് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറുമാണ് ഇതിന് മുൻകൈ എടുത്തത്. മന്നത്ത് പത്മനാഭൻ NSSന് വേണ്ടിയും ആർ ശങ്കർ SNDPക്ക് വേണ്ടിയും. അപ്പോൾ ഇതിൽ ഒരു 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 വേദനയാണോ, തൻ്റെ മതം പുറത്തു വന്നതാണോ, തൻ്റെ ജാതി ചിന്ത പുറത്തു വന്നതാണോ, അല്ല തൻ്റെ മതവികാരം പുറത്തു വന്നതാണോ, എന്താണ് പുറത്തു വന്നറിയില്ല. എന്തായാലും മന്നാശങ്ക എന്ന പേരിൽ ഒരു ലേഖനം അന്ന് എഴുതി വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാനാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന് എഴുതാം, എല്ലാം ചെയ്യാം, പക്ഷെ മന്നാശങ്ക എന്ന ലേഖനം എഴുതി വളരെ പരിഹസിച്ചുകൊണ്ടുള്ള ഹിന്ദു സമാഗമത്തെ പരിഹസിച്ചുകൊണ്ടുള്ള ലേഖനം എഴുതി. എന്തിന് ഞാനിത് ചരിത്രം പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സാഹിത്യകാരനായാലും സമൂഹത്തിൽ നിൽക്കുന്ന ആരായാലും ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വല്ലാത്തൊരു വസ്തുവാണ് ഈ മതവും ജാതിയും എന്നൊക്കെ പറയുന്നത്. ജാതി വേണോ മതം വേണോ എന്നുള്ളത് വേറെ തരത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ അതേസമയം ഇത് കൃത്യമായി ഉള്ളിലുണ്ടാവുകയും അങ്ങനെ മതരാഷ്ട്രം വേണം എന്നുള്ള സങ്കല്പം പറയുകയൊക്കെ ചെയ്താൽ അത് ഇന്ത്യ പോലൊരു ജനാധിപത്യ പ്ലൂറൽ വ്യവസ്ഥയിൽ പ്രായോഗികമാണോ? അപ്പോൾ പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും തിയറിയിൽ പറയുന്നുണ്ടോ? ഏത് സിദ്ധാന്തത്തിലാണ് പറയുന്നത്? ഏതിലാണ് പറയുന്നത്? കാരണം ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ സെക്രട്ടറി പറഞ്ഞ ആ നിമിഷം തന്നെ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ, മുസ്ലിം പണ്ഡിതന്മാരടക്കം രംഗത്ത് വന്നു. ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു. ഫൈസൽ കൂടത്തായി പറഞ്ഞതിനും എതിരെയും രംഗത്ത് വന്നു. അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ഇന്ത്യ പോലുള്ളൊരു ബഹുസ്വര സംവിധാനത്തിൽ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ, ഒരു ഭരണഘടനയെ വിഭാവനം ചെയ്തിരിക്കുന്ന സമൂഹത്തിൽ ദേശീയതയുമായി കാര്യങ്ങൾ ചിന്തിക്കുകയും ദേശത്തിനോടുള്ള താല്പര്യങ്ങൾ കാണിക്കുന്നതിനപ്പുറമുള്ള ചിന്തകൾ പരസ്യമായും രഹസ്യമായും കയറ്റിവിട്ടാൽ, തൻ്റെ അനുയായികളിൽ കയറ്റിവിട്ടാൽ അതുണ്ടാക്കുന്ന ദുരന്തം ഒരുപക്ഷെ നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത, ഒരു മാറാട് കൊണ്ടൊന്നും നിൽക്കില്ല, നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത വർഷങ്ങളുടെ ദുരന്തം അല്ലെങ്കിൽ വർഷങ്ങളുടെ വിഷമാണ് ഉള്ളിൽ ഇതിലേക്ക് പോകുന്നത്. ഇതെന്തുകൊണ്ട് ഇവിടുത്തെ മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാം മനസ്സിലാക്കുന്നില്ല? ഒരിക്കൽ നമ്മുടെ അബ്ദുള്ള പറഞ്ഞതുപോലെ, അബ്ദുള്ള പറഞ്ഞു, ഒരിക്കലല്ല പലവട്ടം അദ്ദേഹം ചാനലിലും പല ചാനലിലും വന്ന് പറഞ്ഞിട്ടുണ്ട്, മീഡിയ ഓണിലും ജനത്തിലും ഒരുപാട് വരുന്ന ആളാണ്. അബ്ദുള്ള വളരെ ശക്തനായ മുസ്ലിം വാദിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ മാത്രമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സമാധാനത്തോടും സന്തോഷത്തോടും കഴിയുന്ന ഏക രാജ്യം ഇന്ത്യയാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അഭിപ്രായമല്ല, അബ്ദുള്ളയുടെ അഭിപ്രായമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ സമസ്തയെ പോലുള്ള സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ ഫൈസൽ കൂടത്തായിയെ പോലുള്ളവർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സമൂഹത്തിന് കിട്ടുന്ന സന്ദേശം വളരെ മോശം സന്ദേശമാണ്. ഒരു കാരണവശാലും ആ ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല. ഇനി ഹിന്ദുക്കളുടെ ഭാഗത്തുനിന്ന് സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഒരു ബഹുസ്വര സമൂഹമല്ലാതെ ഏകശിലാരൂപത്തിലുള്ള ഒരു സമൂഹം ഉണ്ടാക്കാൻ കഴിയുകയുമില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിയുമല്ല. രണ്ടുമല്ല, ഒന്ന് താത്വികമായി ശരിയുമല്ല. കാരണം ബഹുവിധത്തിലുള്ള, ബഹുവർണ്ണത്തിലുള്ള, ബഹുവർഗത്തിലുള്ള എല്ലാവർക്കും ഏത് രാജ്യത്തും താമസിക്കാൻ കഴിയുന്നതാണ് പുതിയ ജനാധിപത്യം. അതും ശരിയല്ല. അത് മാത്രമല്ല, അങ്ങനെ പോയാൽ ഉണ്ടാകുന്ന കലാപവും പ്രശ്നങ്ങളും വേറെ വലുതാണ്. മാത്രമല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിനോ ഒരു ജാതിക്കോ മാത്രം ഒരു അപ്പർ ഹാൻഡ് കിട്ടിയാൽ ആ വിഭാഗത്തിലുള്ളവർക്ക് തന്നെ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിനും വലിയ പ്രശ്നമായിരിക്കും. കാര്യം ഭരണാധികാരികൾ, ഒരു തലതിരിഞ്ഞ ഭരണാധികാരികൾ വന്നാൽ വളരെ ഗുരുതരമായ പ്രതിസന്ധിയായിരിക്കും. ചോദ്യം ചെയ്യാൻ പോലും ഒരാളും കാണാത്ത രീതിയിലേക്ക് പോകും. അതുകൊണ്ടൊരു ബഹുസ്വര സമൂഹമായിട്ട് തന്നെ ഭാരതം നിന്നുകൊള്ളട്ടെ. അതിനകത്ത് നിൽക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ജാതിയും മതവും വർഗവും വർണ്ണവും എല്ലാം കൃത്യമായി സ്വകാര്യ വിഷയമായി എടുക്കുക. അതൊരു രാഷ്ട്രത്തിൻ്റെ വിഷയമാക്കി, അങ്ങനെയുള്ളവർ രാഷ്ട്രത്തിൽ ഭരണത്തിൽ വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ അവരെ പറഞ്ഞാൽ മാത്രമേ, അങ്ങനെ ആളുകൾ വന്നാലേ നമ്മുടെ പ്രാർത്ഥന ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊരു വലിയ ഒരു അപകടമുണ്ട്. ഗുരുതരമായ ഒരു അപകടമാണുള്ളത്. ആ അപകടത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതിലേറ്റവും പ്രധാനമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് സംഘടനകളുടെ നേതാക്കളാണ്. അവർ ഏത് കോൺടെസ്റ്റിൽ പറഞ്ഞു എന്നറിയില്ല. എന്തായാലും പണ്ട് അദ്ദേഹം 2021 പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് 2025 ഇട്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് സജീവമായത്. വീണ്ടും 2025 വീണ്ടും ഇട്ടു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായി നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്ത വരുമ്പോഴുണ്ടാകാവുന്ന ദോഷങ്ങൾ കൂടി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ പോകണം. അല്ലെങ്കിൽ എന്നും കലുഷിതമായ മാനസികാവസ്ഥയിലായിരിക്കും. ഏറ്റവും സൗഹൃദമായി പോകേണ്ട സമൂഹം പോലും സംഘർഷവും കലുഷിതവുമായ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്.